ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതോ അല്ല. അത് സെക്കൻഡറിയാണ്, നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത്. എന്താ വെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാർ നമ്മൾ ഒരു ഏഴാങ്കൂലിയായിട്ട് കാണത്തുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം പോലെ വരും. അതിപ്പോൾ ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാ സംശയം? കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സുണ്ടെന്ന്. കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു 50 കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി. അത് വലിയ സത്യമായൊരു കാര്യമാണത്. കാര്യം ഞാൻ ആ ഫീൽഡിൽ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ 109 ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല. മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനെയും സെക്രട്ടറിയെയും വെച്ചിട്ട് ഞങ്ങളത് പൂൾ ചെയ്യാമെന്നുള്ള സംഭവം അത് ആദിമസഭയിൽ നിലനിന്നിരുന്ന സംവിധാനമാണ്. പക്ഷേ അപ്പോഴെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു, സുവിശേഷം എന്ന ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ എക്വിപ്ഡാകണം. അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവതില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയുന്ന കാര്യം അതാണ്. ചുമ്മാ പ്രത്യക്ഷ പ്രാർത്ഥനയും ചെല്ലെ ഇരുട്ടുമൂലൊക്കെ ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ്, അല്ലാതെ ചൊല്ലണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം എന്തിനു വേണ്ടിയാണ്? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ 3:17 വായിച്ചത്, നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണം. ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം. ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊരു വസ്ത്രം മറ്റേ കൊടുക്കുന്നു, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനല്ല പ്രാധാന്യം, ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം. ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും. അപ്പോൾ നിങ്ങൾക്കാണ് പ്രാധാന്യം. ആരാണ് സ്നേഹിക്കണത്? നിങ്ങളെയാണ് സ്നേഹിക്കണത്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവസ്നേഹത്തിലാണ് വേര് പാകേണ്ടത്. അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ 90 ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരുവിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞേ. കർത്താവേ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കക്കാലം കഴിഞ്ഞാലും ഞാൻ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കും. അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണം. ശ്രുതികണ്ഠ ഹല്ലേലൂയ.
നിറഞ്ഞ് കാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ വീഴ്ച സംഭവിക്കണം എപ്പോഴാണെന്നാണ് പറഞ്ഞത്? അത് 8:13 വായിച്ച്. 8:13 പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. ഇവിടുത്തെ വില്ലൻ ആരാണ്? പ്രലോഭനമാണ്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രലോഭനം, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ പ്രലോഭനം വരാൻ പോണത് എങ്ങനെയാണ്? അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത്. വെച്ചാൽ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും. അപ്പോൾ അത് പ്രലോഭനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒരിടപടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറേ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാനെപ്പോലെ ഇരിക്കും. 2 തിരി പോയില്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത്. ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം. ഇതിനാണ് പ്രലോഭനം. അപ്പോൾ അവർ നമ്മളുണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം. കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം, വീഴ്ചയുടെ 90% നമ്മൾ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിപാടിന് ഭജനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ ചെയ്യണത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ്? പ്രലോഭനമാണ്. അതാ സംഭവം. പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട്? ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നെന്ന് വരും. പ്രലോഭിപ്പിക്കണ ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അനിവാര്യമായൊരു ഘടകമാണ്. വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ്. അതെന്തിൻ്റെയാണ്? ഈ വളർച്ചയുടെ ഒരു ഘടകമാണത്. ട്രാൻസിഷൻ, ഒരു പരിവർത്തനം. മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം. ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ചവിടെ ആ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പിശാചിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ഇപ്പോൾ പിശാച് ആണ് യേശുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും. അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെയല്ല ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത്. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശാചാണ് വരണത്, ഇല്ലേ? ജോബിൻ്റെ അടുത്ത് പിശാച് വരുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാച് പറയും, ദൈവം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നീതിമാനാണെന്നല്ലേ. അതിൻ്റെ കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ, വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ. അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി. അവൻ്റെ മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല, അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ആ വേലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും. അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞ ഞാൻ കാണിക്കാം. അവന് മക്കളെ ഞാനൊന്ന് കൈ കൊണ്ട് അവർ പിടത്തല്ലേ ഇടിപെട്ട് കയറ്റി മരിക്കും. അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ വേലി പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്? പിശാചല്ല, ദൈവമല്ലേ? അതാ സംഭവം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തും പിശാച് വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ്. അല്ലാതെ എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയ പറയണമല്ല, ഞാൻ പഠിച്ചു വെച്ച് പറയണമല്ല ഇത്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത്. ദൈവം തന്നെ നമ്മൾക്ക്
നമ്മൾക്ക് അപ്ഗ്രേഡ് ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ തരും, നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ വളർച്ചയാണല്ലോ അത് മുമ്പേ. കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ്. ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. ദൈവ പൈതലാണ് നമ്മൾ. അപ്പോൾ ദൈവ പൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. വളർച്ച ഉണ്ടാകണം മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും, ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും. അപ്പോൾ കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ്. പരിശുദ്ധാത്മാവാണ് ഇത് വിവേചിക്കണത്. പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും. ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുവേ, അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനെയും സമറിയായിലൂടെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തുവല്ലേ പറഞ്ഞു വിട്ടത്. ജെറുസലേമിലേക്ക് പോകണം, വഴിയൊരുക്കണം, വീടൊരുക്കണം, രാത്രി താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു, ഈശോ തന്നെ പറഞ്ഞു വിട്ടത്. അവർ കൊടുവാളും വടിവാളുമായിട്ട് ഇവന്മാരുടെ പെടൽ വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്നറിയാവുന്നത് ആർക്കാണ്? ക്രിസ്തുവിനാണ്. അവൻ്റെ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം? ഇവന്മാരിപ്പോഴും ശിഷ്യന്മാരായിട്ടില്ല. അതാണ് പ്രശ്നം. ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ അഭ്യാസം കാണിച്ച് വിഷം കെട്ടി നടക്കണതല്ലാതെ ദേ ആർ നോട്ട് ആക്ച്വൽ ഡിസൈപ്പിൾസ്. അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്. എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ്. ഇതിനെ കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളം കൊണ്ടല്ല നടക്കേണ്ടത്, മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും. ഇത് പറയണതിന് മുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാള് ഉപയോഗിക്കേണ്ട സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് സമറിയായിലോട്ട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോണ്? അപ്പോൾ പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ, കടലിന് മീതെ നടന്ന് അപ്പം വർദ്ധിപ്പിച്ച, ഇന്ന് ലോകത്ത് കേട്ടുകേൾവിയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ സമരക്കാർ അന്ന് ഇവിടെ വില പോകത്തില്ല, ഇതിൻ്റെ പാട് തിരക്കാൻ പറയും. ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗെറിസിമിൽ ആരാധിക്കണം, അല്ല ജെറുസലേമിൽ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗെറിസിം മലയിലാണ് ഉള്ളത്. ഗെറിസിം മലയിൽ ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അത് പറ്റത്തില്ല എന്ന് പറയുന്നത് ഇവർ അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. അപ്പോൾ പറയും, അങ്ങനെ പോകണമെങ്കിൽ കൈകാര്യം പറ്റുമെന്ന് അവർ പറയും. അപ്പോഴിവർക്ക് പറഞ്ഞിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തീയും ഗന്ധകം ഇറങ്ങി ഇവർ നശിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഈശോക്ക് മനസ്സിലാകും, ഈ ആൾക്കാരെ നശിപ്പിക്കാനുള്ള അരൂപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ട് ഇല്ലേ. അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അരൂപി, ആൾക്കാർ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഉടമ്പടി ദൈവം ബയലാറ്റർ എഗ്രിമെൻ്റ് അല്ലേ. ഉടമ്പടി ദൈവം വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ലേ ഉടമ്പടി. എബ്രാഹത്തോട് എന്താ പറഞ്ഞത്? 17:1 നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം, നീ എൻ്റെ മുമ്പാകെ നടക്കണം. എന്താണ്? വിശുദ്ധനായിരിക്കുക. അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം വിശുദ്ധനായത് കൊണ്ടാണ്. ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം, വിദ്വേഷം, ചതിയും അഹങ്കാരവും മുൻകോപവും ഉള്ളത് കൊണ്ട് അത് ഇവരെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ഇവർക്കൊരു പ്രലോഭനം കൊടുക്കുകയാണ്. എന്താ കൊടുക്കണത്? ആ സമറിയായിലൂടെ വിടുകയാണ്. ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന്. ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ്. അപ്പോൾ അവർ വെട്ടുമെന്ന് പറയുമ്പോൾ പറയും, ഇവർ തിരിച്ചു വരും. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയായെപ്പോലെ, ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ, അപ്പോൾ ആ ഏലിയായെപ്പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, അതിന് അധികാരം തരാൻ പറയും. എന്നുവെച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്ത് അരൂപിയാണുള്ളത്? കൊല്ലണ അരൂപി എന്താണ്? നശിപ്പിക്കണ അരൂപി എന്താ? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ. ആ അരൂപിയാണ് ഈ കക്ഷികൾക്കുള്ളത്. അത് കർത്താവിനറിയാം. ഇവർ ഉടമ്പടി ജീവിക്കണേ, അവരെ കൈയിരിപ്പ് മോശമാണ്. യോഹന്നാൻ 10:10 എന്താ പറയണേ? 10:10 അരൂപി എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുള്ള ആളുടെ അരൂപി എന്താണ്? സാത്താന്യമായ അരൂപിയാണ് ഇവർക്കുള്ളത്. ഇവരെയും വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ചമലയാളത്തിൽ പറഞ്ഞത്. ഇനി ഈ യാക്കോബിനെയും യോഹന്നാനെയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണ്? ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം. ഇപ്പം നിങ്ങൾക്കിട്ട് കൊണ്ടപ്പോഴല്ലേ നിങ്ങൾ അവരെ തന്തക്ക് വിളിച്ചത്, അതല്ല സ്വയം എന്ന് പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം. അവിടെയാണ് ക്ഷമ വരണത്. ക്ഷമ. പിന്നെന്താണ്? ദയ, നന്മ, വിശ്വസ്തത. വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത. എന്തെല്ലാം പുലിവാലുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും നാം പ്രാർത്ഥിക്കാത്ത, ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും
നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കും. പിടികിട്ടിയ അവിടെ വിശ്വസ്ത വരണത്, വിശ്വസ്ത വരണത് എവിടെയാണ്? അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ, ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം, അവിടെ സ്ഥലം വിറ്റുമാറുക, അവർക്ക് ജോലി കിട്ടുക, അവർക്ക് പ്രൊമോഷൻ കിട്ടുക, അവർക്ക് വിസ വരിക, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്ത കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്തത കുറയുകയും ചെയ്യും. ഈ വിശ്വസ്തത വരാൻ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ഇൻ്റർകണക്റ്റഡ് ആണ്. നമുക്കൊരു നമ്മൾ ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തതയിലാണ്. അതിൽ ഒരു പങ്ക് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ ഉപ്പെന്ന് സംഭവമില്ലേ, അതെന്താണ്? സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഷിബ ജോൺസൺ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺസൺ. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 16 നിയോഗം വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയുന്നത്, ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് ദൈവം എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഒരു മിഷണറി ആവാൻ വരെ ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു സമയത്ത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപായിട്ട് കാരുണ്യ പ്രവൃത്തികളും അതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ സമയം ചെലവഴിച്ചിരുന്നു. പിന്നെ ഒരു സമയത്ത് ഇതെല്ലാം എനിക്ക് നഷ്ടമായി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് അറിയണത് ആൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ യാതൊരുവിധ കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ആൾക്ക് വയറിൽ ഗ്യാസ് കയറുക, ഭക്ഷണം കഴിക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവുക, അത് ഭക്ഷണം കഴിച്ചാൽ മാറാണ്ട് വരിക. അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെല്ലണത്. ഡോക്ടറെ കണ്ട് ആദ്യത്തെ ടെസ്റ്റുകളൊക്കെ പലതും ചെയ്തതിൽ ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ഇത് മാത്രമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാൻ നേരം വയ്യ, ഈ വയറുവേദന മാറണില്ല, കഴിച്ചാൽ അങ്ങനെ ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളും മോനുമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെയുള്ളൊരു എഴുതുന്ന കുട്ടി, അറിയണ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ചേട്ടനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആളും പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് എടുത്തിട്ടുണ്ട്, അൾസർ ഉണ്ടെന്നാണ് പറയണേ, അത് കുറച്ച് മോശമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ദിവസത്തിന് ബയോപ്സി റിസൾട്ട് വാങ്ങാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല ഈ അൾസറിൻ്റെ കാര്യം. ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ്, അത് ഭക്ഷണം കഴിക്കാൻ നേരം വൈകണോണ്ട് ഉണ്ടാവണം. 2 ദിവസം മെഡിസിൻ കഴിച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോണു. അപ്പോൾ എൻഡോസ്കോപ്പിക്ക് പോകാൻ തന്നെ ആൾ കൂട്ടാക്കണ്ടായില്ല, ഞാൻ നിർബന്ധിച്ചിട്ടാണ് വിട്ടത്. അങ്ങനെ ഇവരൊക്കെ പോയി, ആൾ ജോലിക്കും പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ റിസൾട്ട് എടുത്ത് എൻഡോസ്കോപ്പി ചെയ്ത റിസൾട്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിലെ കുറച്ച് സയൻസ് ടേംസ് ആയിരുന്നു. പക്ഷെ എനിക്ക് പിടുത്തമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ആ ടേംസ് എടുത്ത് അടിച്ചു നോക്കി, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ അടിച്ചപ്പോൾ അത് ക്യാൻസറിനെ ഇതാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ക്ലോസ് ചെയ്തു, കാരണം ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ തെറ്റിയതായിരിക്കും. പിന്നെ അടിച്ചു നോക്കിയപ്പോൾ അത് തന്നെ വീണ്ടും ക്ലോസ് ചെയ്തു. ഗൂഗിളിൽ ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ബാഡ് സെൽ ഗ്രോത്ത് എന്നാണ് എഴുതി കാണിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ക്യാൻസറിലേക്ക് അത് കടന്നിട്ടുണ്ട്, അൾസർ. അങ്ങനെ ഞാൻ ആ റിസൾട്ട് ആദ്യമായിട്ട് ഓടിക്കൊണ്ട് ചെല്ലണത് ഓൺലൈൻ ആരാധന ഞാൻ കൂടാറുണ്ടായിരുന്നു വെച്ച്. അങ്ങനെ ഞാൻ ഈശോയുടെ മുന്നിൽ ഒത്തിരി കരഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ വചനം വഴിയാണ് ഞാൻ എൻ്റെ വിവാഹം സെലക്ട് ചെയ്തത്. അതിൽ അതായത് ഏഷ്യ 62:1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് എനിക്ക് അന്ന് കിട്ടിയത്. അതായത് ഈശോ ആഗ്രഹിക്കണേ ഈ വിവാഹം നടക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്ക് ചേരണതാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ മടങ്ങിപ്പോട്ടെ, ഈശോയുടെ ഇഷ്ടം എന്താണ് എന്ന് അങ്ങനെ ഞാൻ എടുത്തപ്പോൾ ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ വചനം വഴി എടുത്തിട്ട് എനിക്ക് ഈ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. എങ്ങനെയൊക്കെ കരയാൻ, എൻ്റെ വിഷമങ്ങൾ മുഴുവൻ എൻ്റെ പപ്പയും മമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല, എൻ്റെ ആങ്ങളെയും അനിയത്തിയും എൻ്റെ അടുത്തില്ല, അവർ പുറത്ത് വർക്ക് ചെയ്യണവരാ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് എൻ്റെ മാനസികാവസ്ഥ എന്താണ്. ഈശോയുടെ അഭിപ്രായം ചോദിച്ച് ഞാൻ എടുത്ത വിവാഹമാണ്. ഞാൻ ഒത്തിരി എങ്ങനെയൊക്കെ കരയാന്ന് വെച്ചാൽ കരഞ്ഞു കഴിഞ്ഞ് ഞാനൊരു സ്വരം പോലെ കേട്ടു, അതിൽ ഇംപ്രഷൻ എന്നല്ലേ എഴുതിയേക്കണം, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഇംപ്രഷൻ എന്നാണ് എഴുതിയേക്കണം. അങ്ങനെ ഞാൻ കുറച്ച് സമാധാനമൊക്കെ ആയി. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ ഒരുക്കണ്ടേ, ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ പോവുകയാണ്.
അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സമാധാനത്തിൽ പറഞ്ഞു, ചിലപ്പോൾ നമുക്ക് ഇത്രയും നാൾ അനുഗ്രഹങ്ങളാണ് കിട്ടിയിരുന്നത്, ഇനി നമുക്ക് ദൈവം സഹനമാണ് തരുന്നതെന്ന് വെച്ചാൽ നമുക്കത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ ബയോപ്സി റിപ്പോർട്ട് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ ക്യാൻസറിലേക്ക് കടന്നിട്ടുണ്ടാവാം, പേടിക്കണ്ട കേട്ടോ, നമ്മൾ ഒരുങ്ങി പോകണം, ദൈവം എന്താണ് തീരുമാനിക്കണേന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ചേച്ചി ചേട്ടന്മാരെയൊക്കെ അറിയിച്ചു. ചേട്ടനും ഞങ്ങളും കൂടി റിസൾട്ട് വാങ്ങാൻ വേണ്ടി പോയി. ചേച്ചീനെ അറിയിച്ച ചേച്ചി ഹസ്ബൻഡൊക്കെ വന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് പേടിക്കണവരാണ്. അപ്പോൾ ഞങ്ങൾ ഇതറിയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നവർക്കറിയില്ല. എൻ്റെ ആങ്ങളേനെയും അനിയത്തിനെയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടാണ് പോണത്. ബയോപ്സി റിപ്പോർട്ട് ഞാനാണ് വാങ്ങിയത്. നോക്കിയപ്പോൾ അതിൽ അഡിനോ കാർസിനോമ ഉണ്ട്. ഞാൻ ആളോട് പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച കൂട്ടുകാരനുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അവിടെ നിന്ന് തൊട്ട് ചേട്ടൻ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ CT സ്കാൻ റെഫർ ചെയ്തു. CT സ്കാന് ക്രിയാറ്റിൻ്റെ നോക്കിയപ്പോൾ 1.45 ആണ്. അത് കിഡ്നീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ദിവസം അവിടെ അഡ്മിറ്റായിട്ട് മരുന്നെടുക്കണം. അത് നോർമലായിട്ട് CT സ്കാൻ ചെയ്യാമല്ലോ, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ വേറെ ഒരു കേരളത്തിൽ തന്നെ നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുന്ന് ഞങ്ങൾ അന്ന് തന്നെ പോയി. അവിടെ ചെന്ന് CT സ്കാൻ എടുക്കുമ്പോൾ നോർമലായി, അതായത് ക്രിയാറ്റിൻ 1.3 അവർ അന്ന് തന്നെ ചെയ്തു. പക്ഷേ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ സർജറി ചെയ്യേണ്ട, ബിഫോർ 4 കീമോ ആഫ്റ്റർ സർജറി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 ദിവസം ഞങ്ങളവിടെ അഡ്മിറ്റായിരുന്നു. അതായത് ഈ റിപ്പോർട്ട് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ വ്യാഴാഴ്ച വന്ന് കണ്ടാൽ മതി OP എന്ന് പറഞ്ഞതാണ്. ഡോക്ടർ അവിടെ ഇല്ല. പക്ഷേ എല്ലാവരും അവിടെ നിന്ന് മറ്റേ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പേടിച്ചു. കിഡ്നീനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്രയും വേഗം പോകുക, എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വ്യാഴാഴ്ച മെയിൻ ഡോക്ടർ വന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ലാപ്രോസ്കോപ്പി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർജറി ഉണ്ട്. സർജറി എന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഇത് ചെയ്യണം, അപ്പോൾ നമുക്കിത് സ്പ്രെഡ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കിത് സർജറി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സർജറി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് സ്പ്രെഡ് ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. 12 ദിവസം കഴിഞ്ഞിട്ട് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കൊന്ത ഒക്ടോബർ മാസത്തിലായ കൊന്ത ആഘോഷമായ കൊന്ത നടക്കണം. അപ്പോൾ ലാസ്റ്റ് ദിവസം കൂടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കത് കൂടാൻ സാധിച്ചു. ഞങ്ങൾ കീമോയ്ക്ക് വേണ്ടി പോകണതിന് മുന്നേ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി വന്ന് പറഞ്ഞു, അതായത് ആളുടെ വലിയപ്പൻ്റെ മോള് വന്ന് പറഞ്ഞു, നീ എത്രയും വേഗം കൃപാസനത്തിൽ ചെന്നിട്ട് ഉടമ്പടി എടുക്കണം, നീ പ്രാർത്ഥിക്കണ്ടെങ്കിലും ഇതൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നിനക്ക് ശക്തി കിട്ടണമെങ്കിൽ നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, എത്രയും വേഗം നീ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. അതിന് മുന്നായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 4 കീമോ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു 10 കുർബാന ഞാനും ആളും കൂടി പോയി കാണാം. ഈശോയുടെ ദിവികാരുണ്യത്തിനാണ് എല്ലാത്തിനേലും ശക്തി. അത് ഏറ്റവും വലിയ മരുന്നാണ് ഞാൻ വിശ്വസിച്ച് ഞങ്ങളത് കൂടി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അവിടെ ഹോസ്പിറ്റലിൽ പോയി കീമോ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതെങ്ങനെയാവും. അപ്പോൾ അതിന് മുന്നേ ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കീമോൻ്റെ മരുന്ന് കയറുന്നതിന് മുന്നേ എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ല. അതിന് കുറേ സൈഡ് ഇഫക്ട്സ് ഒക്കെ പറയണ കാരണം. പക്ഷേ ആ കീമോൻ്റെ മരുന്ന് പോണ സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത കടന്നു വന്നത്, ഈശോയുടെ കുരിശിൽ നിന്നാണ് ഓരോ ഡ്രോപ്സും ആ മരുന്നുകൾ തുള്ളി വീഴണത്. അങ്ങനെ എനിക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, ജോൺസേട്ടാ ഇത് ഈശോയുടെ രക്തമാണ്, അത് കാരണം ജോൺസൻ്റെ ബോഡീനെ ഒരിക്കലും തളർത്തിലൊരു സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ല, പ്രാർത്ഥിക്കുക, ഈശോയുടെ തിരുരക്തമേ എന്നെ ശക്തിപ്പെടുത്തണമേ, എനിക്കിത് അതിജീവിക്കാനുള്ള ശക്തി തരണമേ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂളായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസംബർ 12-ാം തീയതി ഞാൻ അച്ഛനെ വന്ന് കണ്ടു. ആളെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ ലാപ്രോസ്കോപ്പി ഡയഗ്നോസിസ് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് ചിലപ്പോൾ 3rd ആവാം, 2nd ആവാം, ചിലപ്പോൾ 4th ആവാം, അതൊന്നും കാര്യമില്ല, മരുന്ന് ചെയ്തവർ പലരും രക്ഷപ്പെടണം, അത് ഓരോരുത്തരുടെ ദൈവാനുഗ്രഹം പോലെയൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നുള്ള ഒരു ഇതായിരുന്നു, ബോധ്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛനെ ഫസ്റ്റ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ കീമോ എടുത്ത് കഴിഞ്ഞപ്പോൾ ചുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു 2-3 ആഴ്ച ഒരു കുറച്ച് നാൾ നിന്നിട്ടത് മാറിയത്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ആളെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ
അത് ഒരു ബസ്സിലാണ് പോരണത്. ഞങ്ങൾ ബസ് ഏൽപ്പിച്ചിട്ട് അതിലാണ് പോന്നിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എന്തെങ്കിലും ഉണ്ടാവോ, വല്ലതും വന്നു കഴിഞ്ഞാൽ ജോൺസിൻ്റെ എല്ലാവർക്കും വിഷമം ഉണ്ടാവണതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി എൻ്റെ ജോൺസണിനെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് എത്തിക്കണം, ഒരു കുഴപ്പമുണ്ടാവരുത്. ഡിസംബർ 12 ആളുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഞാൻ മാതാവിനെ ഏൽപ്പിക്കും. അമ്മ ഈശോയുടെ എല്ലാ കാര്യം പറഞ്ഞ് ഏറ്റവും വലിയ ഡോക്ടറായ ഈശോയിൽ നിന്ന് എൻ്റെ ഭർത്താവിന് സൗഖ്യം വാങ്ങിത്തരണം. അങ്ങനെ ഭക്ഷണവും വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഇത്, നീ ഒന്നും കഴിക്കണില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ബസ്സിൽ വെച്ച് ആൾക്കൊരു യാതൊരു കുഴപ്പമുണ്ടായില്ല. ബസ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ വോമിറ്റ് ചെയ്ത്, അങ്ങനെ കുറച്ച് എന്നോട് പറഞ്ഞു വോമിറ്റ് ചെയ്യണമെന്ന് തോന്നണമെന്ന് പറഞ്ഞു. അങ്ങനെ വോമിറ്റ് ചെയ്തപ്പോൾ ബ്ലഡാണ് വന്നത്, കുറച്ച് കട്ട പോലെ. അപ്പം എനിക്ക് പേടിയൊക്കെ തോന്നി. എന്നാലും ഞാൻ പറഞ്ഞു അതേ ഗ്യാസ് കയറിയിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നത്, ഗ്യാസ് കയറിയിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാനും പ്രഗ്നൻസി സമയത്ത് കഴിക്കാണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, തൊണ്ട പൊട്ടിയതാണ്, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്ന് അച്ഛനെ കണ്ടു. അച്ഛനെ കാണാൻ ഇതുപോലെ ലൈനിനൊക്കെ നിൽക്കുമ്പോൾ ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ ഭർത്താവിനെ നീ ഉപേക്ഷിക്കരുത്, അമ്മ പറയല്ലോ എങ്ങനെയായാലും. അപ്പോൾ അമ്മേനെ ഞാൻ ഏൽപ്പിക്കും, അച്ഛനും പറയുമ്പോൾ അമ്മ കേൾക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്നു. ഫസ്റ്റ് ടോക്കണായ കാരണം ആളെ ബ്ലെസ് ചെയ്ത് സഹിത്ത് പൂജി അച്ഛൻ പ്രാർത്ഥിച്ചു. ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ അടുത്ത്. ഒരു കാശ് രൂപ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഓരോ കീമോയ്ക്ക് പോകുമ്പോഴും വിശുദ്ധ കുർബാനയെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ സർജറി ഫിക്സ് ചെയ്തു. സർജറി ജനുവരി 19 ആയിരുന്നു. അത് പെട്ടെന്ന്, അതായത് കീമോ കഴിഞ്ഞ് അങ്ങനെ വെച്ച് ഗ്യാപ്പ് ഉണ്ടാകുന്നു, പക്ഷേ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അനിയത്തിയുടെ ഫാദർ ഇൻ ലോ മരിച്ചു. അങ്ങനെ അവർ ഓസ്ട്രേലിയയിലായിരുന്നു. അവർ ഫാമിലി സമേതം വന്നു. പിറ്റത്തെ ആഴ്ചയാണ് ആളുടെ സർജറി. അപ്പോൾ ആ സർജറിയുടെ സമയത്ത് അവൾ നേഴ്സാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു, എന്നെ ശക്തിപ്പെടുത്താനും. അതുപോലെ തന്നെ പിന്നെ ചേട്ടനും ജോൺസൻ്റെ എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ആരാധനയിലിരുന്നത്. 10 മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു. അതുകൂടാണ്ട് ഡോക്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കിപ്പോൾ ഒരു 5 ഇഡ്ഡലി കഴിക്കുന്ന സ്ഥാനത്ത് 1.5 ഇഡ്ഡലിയെ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഭക്ഷണം ചിലപ്പോൾ തേട്ടി വരാം, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാം. പിന്നെ ഇത് ചിലത് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അത് സ്റ്റിച്ച് പിടിക്കാണ്ട് വന്ന് ലീക്കായി കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ റീസർജറി വേണം. അതായത് 10 മണിക്കൂർ നീണ്ട സർജറി, അത് സക്സസ് ആയില്ലെങ്കിൽ വീണ്ടും റീസർജറി. ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സാകെ പോയി. കാരണം എനിക്ക് ഈ സർജറി പോലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. ഞാൻ ആകെ കൂടി പ്രാർത്ഥിച്ചത് ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട്, ആ ദിവ്യകാരുണ്യം വഴി എൻ്റെ ഹസ്ബൻഡ് സുഖപ്പെടും, അമ്മ പറയുമല്ലോ എന്നാണ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നിലൊന്നും ഞാൻ അധികം ആരുടെ അടുത്തും കരഞ്ഞിട്ടില്ല. പക്ഷെ ഒരാളുടെ മുന്നിൽ ഞാൻ കരഞ്ഞു. അതായത് എന്നോട് പറഞ്ഞ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ അടുത്ത് സർജറി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ഭയങ്കര കരച്ചിലായി. ഞാൻ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് അത്രയും സ്നേഹിച്ച് അത്രയും ആരാധിച്ച് ആ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചതാണ്. എന്നിട്ട് ഈശോയ്ക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമില്ലല്ലോ, എന്നിട്ട് എന്തായി സർജറി. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത് പല വഴി കൂടെയാണ്. അപ്പം നിൻ്റെ ഹസ്ബൻഡിനെ ചിലപ്പോൾ സർജറിയിലൂടെ ആയിരിക്കും ഈശോ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കണേ, നീ ഈശോയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തു. ഈശോയുടെ ഇഷ്ടം, ദൈവത്തിന് പല വഴിയുണ്ടല്ലോ, നമ്മൾ ആ വഴി കൂടെ തന്നെ സൗഖ്യം വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി, ഞാനത് വിട്ടുകൊടുത്തു. അപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ കൈ നോക്കി പ്രാർത്ഥിക്കും, ഈശോയെ നിൻ്റെ കൈകളാവണം, നീ ആയിരിക്കണം സർജറി ചെയ്യണത്. അങ്ങനെ സർജറിക്ക് കയറ്റുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർജറിക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ കീമോ എടുത്തല്ലോ. കീമോ എടുക്കുമ്പോൾ ഓരോ അച്ഛന്മാരുടെ ബ്ലെസ്സിങ് ഞങ്ങൾ വാങ്ങിയിട്ടാണ് വരാം, കുർബാന സ്വീകരിച്ചിട്ട് വരാം. ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് നിയോഗം വെച്ചത് 12 ദിവസം ഇവിടെ വരുന്നതിന് മുന്നേ മുടങ്ങാണ്ട് കൂടണമെന്ന്. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റലിൽ ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ലിഫ്റ്റ് തുറന്നൊരു അച്ഛൻ വരണം. അപ്പോൾ ആ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല നേരത്തെ വന്ന കാരണം അച്ഛന് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ 4th ചാപ്റ്ററിലേക്ക് നിങ്ങൾ വായോ, നിങ്ങൾക്ക് ഈശോനെയും തരാം, ആളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എനിക്കതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നണേ. കാരണം ഞങ്ങൾക്ക് ഈശോനെ
കിട്ടി. അങ്ങനെ പിന്നെ ഈ സർജറിക്ക് പോണ സമയത്തും കുർബാന സ്വീകരിക്കാനും ആ അച്ഛൻ അനീത്തിയുടെ ഒരു ബന്ധുവായിരുന്നു. അത് ഈ ഫ്യൂണറലിന് ചെന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ICUയിലും ജോൺസിൻ്റെ അടുത്ത് പോകും, വിവരങ്ങൾ അന്വേഷിക്കും, കുർബാനയ്ക്ക് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വാർഡാണ്. സർജറിക്ക് തന്നെ ഒരു ഒത്തിരി, അതായത് 4.5 ലക്ഷത്തോളമാണ് പറഞ്ഞത്. അപ്പോൾ വാർഡ് എന്ന് പറഞ്ഞാൽ 3 പേരുടെ വാർഡാണ് ഈശോ അറേഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഇത്തിരി സീരിയസ് ആയിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആ വാർഡ് വേണ്ടാന്നൊക്കെ അപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ 1 ലക്ഷം ഈ സർജറി ചാർജ് തന്നെ കൂടും നമ്മൾ ട്വിൻ ബെഡ് എടുക്കുകയാണെങ്കിൽ. എന്നാൽ അയാൾ പോയി. അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ദൈവം ആ വാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുള്ളവരും നല്ല പ്രാർത്ഥിക്കണവർ, അവർ ഈശോയുടെ പാട്ടൊക്കെ പാടണു, പിന്നെ നമുക്ക് ഒരുമിച്ച് കൊന്തെത്തിക്കാമെന്ന് പറയണു. അങ്ങനെ നല്ലൊരു വാർഡായിരുന്നു, 3 പേരടങ്ങിയ വാർഡ്. അത് ഞങ്ങൾക്ക് സജ്ജാക്കി തന്നു. പിന്നെ സർജറി കഴിഞ്ഞ് ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല, വെള്ളം പോലും ഇല്ല. ഈ ട്യൂബിൽ കൂടെയാണ്, മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിരുന്നു, അതിൽ കൂടെയാണ് ചെയ്യുക. അത് നഴ്സുമാരാണ് കൊടുക്കുക. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈ ഫുഡ് പൈപ്പ് ബ്ലോക്കായി. അങ്ങനെ 10:30 ബ്ലോക്കായ ഫുഡ് പൈപ്പ് അവർ ഡോക്ടേഴ്സ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് 5 മണിയായിട്ടും ആളെ കാണാനില്ല. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ച് അവർ വേഗം വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷേ ദിവ്യകാരുണ്യം സ്വീകരിച്ചെങ്കിലും ആൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഹെൽത്തി ആയിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ആൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടുണ്ടല്ലോ. പക്ഷേ 25-ാം തീയതി ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അച്ഛൻ ആ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഒരു മുറിവ് കാണുന്നുണ്ട്. ആ മുറിവ് രക്തത്തിൻ്റെ ചുവപ്പല്ല, ചെറിയ ചുവപ്പാണ്. അതിൻ്റെ ചുറ്റും ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഇതേ പിക്ചർ തന്നെയാണ് ജോൺസിൻ്റെ ആ മുറിവിനുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് ആൾ ചോദിച്ചു, ഈ കറുത്ത സ്പോട്ട് എന്താ? ഞാൻ പറഞ്ഞു, എൻ്റെ വിവരമില്ലായ്മയ്ക്ക് പറഞ്ഞു, കാപ്പി കുടിച്ചിട്ടുണ്ടായില്ലേ അതിൻ്റെ എങ്ങാനും ഇരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്നിട്ട് വീണ്ടും പറയാം, അത് സെല്ല് ഡെഡ് ആയേക്കണതാ, അതേത് ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ രോഗീനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്, ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു, ആമീൻ പറഞ്ഞു, ആളും കേട്ടു. പിന്നീട് ഞങ്ങളത് പിന്നെ തൊട്ട് ആൾ നല്ല ഹെൽത്തിയായി നടക്കാൻ തുടങ്ങി. ഫുഡുകൾ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ഫുഡും ഈവൻ ചിക്കനും ചപ്പാത്തിയൊക്കെ കഴിച്ച് ഇതൊക്കെ ആക്കി ഓക്കെ ആയതിനു ശേഷമാണ് ഡിസ്ചാർജ് ഉണ്ടായത്. അപ്പോൾ 25-ാം തീയതിക്ക് ശേഷമാണ് ആളിൽ ആ പ്രകടമായ വ്യത്യാസം ഉണ്ടായത്. പക്ഷേ ആ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കേട്ടത് പണ്ട് നടന്ന ഒരു ഇതാണ്. പക്ഷേ എന്നിരുന്നാലും ആ വീഡിയോ പഴയതാണെങ്കിലും ജോൺസിൻ്റെ അതേ കണ്ടീഷൻ തന്നെയായിരുന്നു. അന്ന് തൊട്ടാണ് ആൾക്ക് ഈ സർജറി ആഫ്റ്റർ നല്ല ഇമ്പ്രൂവ്മെൻറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടായത്. പിന്നെ ഈ സർജറിയുടെ ഈ ഡിസ്ചാർജിൻ്റെ അന്ന് ആളുടെ അമ്മ മരിച്ചു. അപ്പോൾ എന്നോട് ജനുവരി 3-ാം തീയതി തൊട്ട് അമ്മയുടെ നില ഇത്തിരി മോശമായിരുന്നു, അപ്പോൾ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആൾ പോരുമ്പോൾ പറഞ്ഞത്, എൻ്റെ അസുഖം മാറുന്ന വരെ എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്, എനിക്കത് താങ്ങില്ല. അമ്മയ്ക്ക് 93 വയസ്സുണ്ട്, പക്ഷേ ആൾ അമ്മയും നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ അത് ആൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞങ്ങളോട് പറഞ്ഞത് 10 ദിവസത്തേക്ക് ഒരുങ്ങി നിങ്ങൾ വരാം, 10 ദിവസം കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഉണ്ടാവാമെന്ന്. ഈ 10 സർജറി കഴിഞ്ഞ് 2 ദിവസം ICU കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആ സർജറിയുടെ ടൈമിലാണ് അമ്മയ്ക്ക് വല്ലതും വരണമെന്ന് വെച്ചാൽ ആൾക്ക് കാണാൻ പറ്റുമോ, ആൾക്ക് ആ വിഷമം താങ്ങാൻ പറ്റുമോ? ഈശോ അതെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് അമ്മയുടെ ഫ്യൂണറലും എല്ലാ ചടങ്ങും കൂടാൻ പറ്റി. പിന്നെ 4 കീമോ കൂടി ഉണ്ടായിരുന്നു. ഈ 4 കീമോയിലും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഒത്തിരി ആശ്രയിച്ചിട്ടുണ്ട്. കുർബാനയിൽ പോയി പങ്കെടുക്കും. പിന്നെ അതിൻ്റെ ഇടയായിട്ട് കുറേ സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവും, അതായത് മൗത്ത് അൾസേഴ്സ്, അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. ഇതിലെല്ലാം റിക്കവർ ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചത് ഉടമ്പടി വസ്തുക്കളാണ്. ആ തേൻ പെരട്ട, അതുപോലെ ഉപ്പും തേനും കൂടി മൗത്ത് അൾസേഴ്സ്. ലാസ്റ്റത്തെ കീമോ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മൗത്ത് അൾസർ കൊണ്ട് വായ നിറഞ്ഞിട്ട് ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആളാണെങ്കിൽ നല്ല ടേസ്റ്റ് നോക്കി കഴിക്കുന്ന ആളാണ്. അതിൻ്റെ കൂടെ ഈ കീമോൻ്റെ ചെന്നപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. 67 ഈ രോഗം വരണതിന് മുന്നേ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ 47ലേക്ക് എത്തി. അപ്പോൾ അങ്ങനെ എന്നിരുന്നാലും ആ അവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾക്ക് ക്ലെയിം, ഞങ്ങളുടെ ഈ രോഗം അറിയണ സമയത്ത് ഞങ്ങളുടെ അക്കൗണ്ട് കാലിയായിരുന്നൊരു സമയമാണ്. പക്ഷേ ആ സമയത്ത് തൊട്ട്, ഈ രോഗം ഞങ്ങൾ അറിഞ്ഞ സമയം തൊട്ട് ഈശോ എല്ലാ കാര്യങ്ങളും
സർവശക്തനായ ദൈവം ഒരു മുടക്കം കൂടാതെ എല്ലാം ഞങ്ങൾക്ക് ക്യാഷും അറേഞ്ച് ചെയ്ത് ക്ലെയിം കിട്ടി. അങ്ങനെ വ്യക്തികളെ ഉള്ളിലൂടെ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ 6 വർഷമായിട്ട് ജോലിക്ക് പോകണില്ല. അമ്മ ബെഡ് റിഡൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് വേണ്ടാന്ന് വെച്ചു. 3 പ്രാവശ്യം വിളി വന്നതാണ്, ഞാൻ ക്യാൻസൽ ചെയ്ത് നിന്നു. ആൾ 6 മാസമായി. പക്ഷേ ഞങ്ങൾക്ക് ഒരു കുറവും ഇല്ലാത്ത വിധം ഞങ്ങളുടെ കുടുംബം ദൈവം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഈ രോഗം വന്നാൽ ഞങ്ങൾ ഒരു നിമിഷം തളരാതെ ദൈവത്തിൽ അടിയുറച്ച്, അതായത് ദൈവത്തിൽ നിന്ന് അനുവദിച്ച സഹനമാണ് അതിൽ പിടിച്ച്, എത്ര വലിയ രോഗം വന്നാലും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, പണ്ട് ഈശോനെ തൊടാനൊക്കെ നമുക്ക് രക്തസ്രാവകാരിശ്രീ കുറേ ബുദ്ധിമുട്ടി. പക്ഷെ നമുക്ക് ഇന്നും തൊടാം. നമ്മുടെ കയ്യിലാണ് ഈശോ വരണത്. ആ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പറയാം. ആ ഈശോയോട് പറയാം, ഈശോയെ എൻ്റെ നാഡീഞരമ്പുകളിലേക്കും കോശങ്ങളിലേക്കും നിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ക്യാൻസർ വന്നാലും ഏത് രോഗം വന്നാലും നിങ്ങളാരും ഭയപ്പെടേണ്ട. കാരണം അന്ന് ഈശോ ഒരു അമ്മേനെ ഏൽപ്പിച്ച ഒരു ശിഷ്യനെ അതുപോലെ ജോസഫ് അച്ഛനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അമ്മോട് പറയും, അമ്മ നമ്മുടെ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പണ്ടത്തെ പോലെ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ഞാൻ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യുമ്പോൾ പൈസ കൊടുക്കുന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നെ വഴക്ക് പറയാറുണ്ട്, നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് പറഞ്ഞ്. പക്ഷേ ഈ അസുഖം വന്നതിന് ശേഷം ആൾ കണ്ടു ദൈവം എങ്ങനെയാണ് ഞങ്ങളെ നോക്കണത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് എൻ്റെ അനിയത്തി പറഞ്ഞത്, അതായത് ജോൺസനെ എവിടെ ഏത് ഹോസ്പിറ്റലിൽ വേണോ കൊണ്ടുപോകണോ, എത്ര കാശ് ചിലവാക്കണോ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവിടേക്ക് പോകാം, എന്ത് വേണേലും ചെയ്യാം, നിങ്ങൾ പൈസനോർത്ത് വിഷമിക്കേണ്ട. അങ്ങനെ എല്ലാ വിധത്തിലും അറേഞ്ച് ചെയ്തു. പിന്നെ ഈ രോഗം കഴിഞ്ഞോടുകൂടി ഞങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ, ഈ ഉടമ്പടിയിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, ഒരു സ്വർഗീയ അപ്പൻ നമുക്കുണ്ട്. ആ അപ്പൻ അറിയാണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. ആ അപ്പനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ശക്തി തരും. പിന്നെ സ്വർഗസ്ഥനായ പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു ഫീല് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിന് നന്ദി പറയണമല്ലോ. എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം ദൈവത്തിന്, അതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഈശോയ്ക്ക് ഞാൻ കുർബാന സ്വീകരണത്തിന് മുന്നേ ഉമ്മ കൊടുക്കാറുണ്ട്. പക്ഷേ ദൈവത്തിന് എങ്ങനെ പറ്റുക? അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ആൻസർ കിട്ടി, ഈശോയ്ക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണെന്ന്. അപ്പോൾ ഈ വഴി നടത്തിയ ഇതെല്ലാം എനിക്ക് ഊർജ്ജമാണ് പകർന്നത്. ഞങ്ങൾ തളർന്നിട്ടില്ല. ഇതിന് ശേഷം കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ആളും എൻ്റെ ഒപ്പമുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് 4th സ്റ്റേജ് ആയിട്ട് ക്യാൻസർ വന്ന് ഉപേക്ഷിക്കപ്പെട്ട പാലിയേറ്റീവ് കെയർ രോഗികളെ കാണാനാണ്. ആളുടെ മുന്നിൽ സാക്ഷിയാക്കി എൻ്റെ ഹസ്ബൻഡിനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, വചനം വെച്ചാണ് ഞങ്ങൾ ഇത് സൗഖ്യം നേടിയത്. അപ്പോൾ ആ വചനം പരിശുദ്ധ അമ്മേനെ പറ്റി പറഞ്ഞു, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞു. അവർക്ക് വചനം പ്രിൻ്റ് അത് ഞങ്ങൾ കൊടുത്തു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഫാമിലി അടക്കം പോകണം. കൃപാസനം പത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവപിതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾ സത്യമായും തിരിച്ചറിഞ്ഞു, തൊട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു. ഇതാണ് ഈ രോഗാവസ്ഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഈശോയുടെ പ്രേക്ഷിതയാവാൻ എനിക്കിഷ്ടമാണ്. ഒപ്പം എൻ്റെ ഹസ്ബൻഡും അതിന് തയ്യാറാണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. തിരുക്കുമാരൻ വഴി ഞങ്ങൾക്ക് വാങ്ങി തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ഇതാണ്, അടിയൻ്റെ കുടുംബം അങ്ങയുടെ തിരുമുമ്പിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ, അടിയൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെപ്പോഴും ഉണ്ടായിരിക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അച്ഛനും നന്ദി പറയുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഷീബ എന്ന മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. കൃപാസനത്തിനോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഹസ്ബൻഡിൻ്റെ സ്റ്റമക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ നീളം നിങ്ങൾ ശ്രവിച്ചപ്പോൾ മനസ്സിലാകും, അതായത് ഈ ജോൺസൺ എന്ന ഈ സഹോദരന് കിട്ടിയ വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയെ കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അതായത് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിയുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്രകാരം ജോൺസൺ ചേട്ടൻ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. ഷീബ എന്ന ഈ സഹോദരി ഈ ഒരു രോഗത്തിൻ്റെ കാലഘട്ടത്തിലുടനീളം ദൈവമാതാവിൻ്റെ കരം പിടിച്ച് അപ്പായുടെ സംരക്ഷണയിൽ ചെയ്ത ഒരു ഉടമ്പടി യാത്രയുടെ ഒരു വലിയ നടന്ന ജീവിത സാക്ഷ്യമാണ് നമ്മുടെയോട് ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ പങ്കുവെച്ചത്. നവംബർ മാസം 16-ാം തീയതിയാണ് ഈ സഹോദരി കൃപാസനത്തിലോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം സർജറിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ കീമോയുടെ
ആ സമയത്തെല്ലാം ഒത്തിരിയേറെ സൈഡ് ഇഫക്റ്റ് സഹോദരി പറഞ്ഞതുപോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. പക്ഷേ മരിയൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് വഴി യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു രോഗസൗഖ്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടായി എന്ന് വെളിവാക്കുന്ന ഒരു വിഷയം പറഞ്ഞു. ആരാധനാ സന്ദേശത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇത്തരത്തിൽ ആ ഒരു മുറിവുള്ള ആ ഒരു രോഗിയെ കാണിച്ചു, അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം അത് പണ്ട് നടന്നൊരു ആരാധനയായിരുന്ന ഈ സഹോദരി പറഞ്ഞു. ഹെബ്രായർ 13:8 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അപ്പോൾ ദൈവം കാലാതീതനാണ്. ഇപ്പോൾ ഒരേ സമയം അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ അത് എത്ര നാളുകൾക്ക് ശേഷവും നമ്മൾ ആരാധന കൂടുമ്പോൾ അത് ആ സമയം അതേ സമയം ഈശോ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിൻ്റെ ഒരു വലിയ തെളിവ് ഈ സഹോദരി നമ്മളോട് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ഹസ്ബൻഡിൻ്റെ വിഷയം പറഞ്ഞു. അതായത് കൊളോസ്യൻസ് 3:10 തിരുവചനം അനുസരിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഒത്തവിധം നവീകരിക്കപ്പെട്ട ഒരു പുതു സൃഷ്ടിയാക്കി ഈ രോഗം അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി എന്ന് പറഞ്ഞു. അതായത് വ്യക്തമായിട്ട് വൈഫ് പറഞ്ഞു, അതായത് ഇതിനു മുമ്പ് ഒരു സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എന്തിനാണ് നീ സഹായിക്കണമെന്ന് ചോദിച്ചു. പക്ഷേ ഈ വൈഫ് അങ്ങനെ സഹായിച്ചിരുന്നതുകൊണ്ട് കർത്താവ് ചെയ്തു തന്നത്, ഏത് ഹോസ്പിറ്റലിൽ നിനക്ക് പോകണം, എവിടെയൊക്കെ പോയിക്കോ, ഞങ്ങൾ ക്യാഷ് ചെയ്യാം, സഹായിക്കാം എന്ന് ഒത്തിരിയേറെ മക്കൾ ഈ സഹോദരിയോട് ഈ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയിൽ പറഞ്ഞു, അതുപോലെ തന്നെ സഹായിച്ചു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ക്യാഷ് മുടക്കുള്ള വിഷയമാണ്. പക്ഷെ അതെല്ലാം ദൈവപിതാവിൻ്റെ പ്രത്യേക സംരക്ഷണയിൽ നടന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. കാരണം ഹസ്ബൻഡിനെ നേരിട്ട് കണ്ടു, എൻ്റെ വിഷമാവസ്ഥയിൽ എത്രയോ മക്കളാണ് എനിക്ക് വേണ്ടി സഹായിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ സഹായിച്ചു. അങ്ങനെ മരിയൻ ഉടമ്പടി വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത്. ഏറെ പ്രത്യേകമായിട്ട് ആരോഗ്യമുള്ള ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം. മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം.